ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മധുരമുള്ളൊരു പലഹാരമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പിൻ്റെ അളവിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഒരു 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് അത് നല്ലപോലെ അരിച്ചെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയൊന്നും എടുക്കാതെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാനൊരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ലൂസായി പോകും. നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടേണ്ടത് കുറച്ച് തിക്കായിട്ടാണ്, ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. കണ്ടതായി ഈ രീതിയിലാണ് നമുക്കിവിടെ മിക്സാക്കി കിട്ടേണ്ടത്. നിങ്ങളെടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിനനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത്. ഇനി മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പാന് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. വളരെ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ. നല്ല സിമ്പിളാണ് തയ്യാറാക്കാൻ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന പലഹാരങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പലഹാരം. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മധുരം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.